നമസ്കാരം. ഞാൻ രാജശേഖരൻ, വാസ്തു കൺസൾട്ടൻറ്റ്. നമ്മളിന്ന് ക്ഷേത്രവും വീടും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താണെന്ന് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തെക്കുറിച്ച്. എല്ലാ ക്ഷേത്രങ്ങളും ഊർജത്തിൻ്റെ കേന്ദ്രങ്ങളാണ്. ഈ ഓരോ ഊർജം വ്യത്യാസമായതുകൊണ്ടാണ് ഇപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിലായാലും ദേവീ ക്ഷേത്രത്തിലായാലും 4 പ്രദക്ഷിണം, ഇനി അഥവാ ശിവക്ഷേത്രമാണെങ്കിലും 3 പ്രദക്ഷിണം, ഗണപതിയാണെങ്കിൽ 1 പ്രദക്ഷിണം. ആ ഊർജത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചാണ് നമ്മളവിടെ പ്രദക്ഷിണം വെക്കേണ്ടത്. അതുകൊണ്ടാണ് എണ്ണ വ്യത്യാസമുള്ളത്. മനസ്സിലായല്ലോ. നമ്മളിന്ന് വീടും അതുപോലെ ക്ഷേത്രം തമ്മിലുള്ള ബന്ധം, അതായത് ക്ഷേത്രത്തിൻ്റെ ഏത് ഭാഗത്താണ് വീട് വെക്കാൻ പറ്റിയത് എന്ന കാര്യമാണ് ആലോചിക്കുന്നത്. പൊതുവേ എൻ്റെ വ്യക്തിയുടെ അഭിപ്രായത്തിൽ ക്ഷേത്ര പരിസരത്ത് വീട് നല്ല കാര്യമല്ല. ക്ഷേത്രവാസികൾക്ക്, അവിടുത്തെ മറ്റ് കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അതിനടുത്ത് താമസിക്കാം. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓരോ ക്ഷേത്രത്തിനും ധാരാളം സ്ഥലം ചുറ്റും കൊടുത്തിട്ടുണ്ടാവും. കാരണം ഇതിൻ്റെ ചൈതന്യം എത്തുന്ന ഏരിയ അത്രയും കവർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയാണ്. അതുപോലെ വേറെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ശക്തി കൂടിയ ദേവീ ക്ഷേത്രങ്ങളിൽ, മാടായി, മാമാനം പോലെ ക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രത്തിന് തൊട്ട് മുമ്പിൽ ശിവൻ്റെ ക്ഷേത്രം ഉണ്ടാവും. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ അതിശക്തമായ രൗദ്രഭാവമുള്ള ഈ ചൈതന്യത്തിനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടി, അതിൻ്റെ ശക്തി കുറയ്ക്കാൻ വേണ്ടിയാണ്, അഥവാ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ശിവക്ഷേത്രം തൊട്ട് മുമ്പ് വെച്ചിരിക്കുന്നത്. വേണമെങ്കിൽ പറയാം, അതികോപിഷ്ഠയായ ദേവിയുടെ ആ ദേഷ്യം ശമിപ്പിക്കാൻ പിതാവായ ശിവനെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു പറയാം. പക്ഷേ അതിൻ്റെ അടിസ്ഥാന ഘടകം ഇതാണ്. അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിന് എവിടെയൊക്കെയാണ് വീട് വെക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ, പൊതുവെ ഞാൻ എൻ്റെ വ്യക്തിയുടെ അഭിപ്രായം പറഞ്ഞു, ക്ഷേത്ര പരിസരം പൊതുവെ വീട് വെക്കാൻ അത്ര നല്ലതല്ല. വെക്കുന്നെങ്കിൽ തന്നെ ഒരു 100 കോല് മാറിയിട്ട് മാത്രമേ വീട് വെക്കാൻ പാടുള്ളൂ. പക്ഷേ പണ്ട് കാലത്ത് ക്ഷേത്രഭൂമിക്ക് ധാരാളം ഭൂമി, ഇങ്ങനെ ഇഷ്ടംപോലെ സ്ഥലമുള്ളതുകൊണ്ട് 100 കോലൊന്നുമില്ല, അതിൽ കൂടുതൽ 35-40 ഏക്കർ സ്ഥലം ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിന് പുറത്ത് വെക്കുന്നതിന് കുഴപ്പമില്ല. എന്നാലും നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് സൗമ്യമൂർത്തികളുടെ മുൻവശത്തും വലതുവശത്തും, ഉദാഹരണത്തിന് വിഷ്ണു അത്തരം ആളുകളുടെ, കൃഷ്ണൻ അത്തരം ആളുകളുടെ മുൻവശത്തും വലതുവശത്തും വീട് വെക്കാം. പിന്നിലും ഇടത്തും വീട് വെക്കരുത്. അതുപോലെ രൗദ്രമൂർത്തികളാണെങ്കിൽ നമുക്ക് പിന്നിലും ഇടതുവശത്തും വീട് വെക്കാം, മുന്നിലും വലതുവശത്തും ആവരുത്. ഈ മുന്നിലും വലതുവശത്തൊക്കെ വീട് വെച്ച് ദുരിതം അനുഭവിക്കുന്നത്, പ്രത്യേകിച്ച് ശിവൻ, ഭദ്രകാളി, നരസിംഹം, ഇതിൻ്റെയൊക്കെ മുമ്പിലും വലതുവശത്തും വീട് വെച്ച് ദുരിതം അനുഭവിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇതിനൊക്കെ വ്യത്യസ്തമായൊരു കക്ഷിയാണ് അയ്യപ്പൻ. ഈ ഗൃഹം നിൽക്കുന്നത് നിരപ്പിനേക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന അയ്യപ്പൻ സൗമ്യമൂർത്തിയും, വീടിനേക്കാൾ ഉയരെയാണ് ക്ഷേത്രമെങ്കിൽ അത് സൗമ്യമൂർത്തിയും, താഴ്ചയുള്ള സ്ഥലത്ത്, വീടിനേക്കാൾ താഴ്ചയുള്ള സ്ഥലത്താണ് അയ്യപ്പ ക്ഷേത്രമെങ്കിൽ അത് ഉഗ്രമൂർത്തിയുമാണെന്ന് കരുതണം. അതാണ് അയ്യപ്പൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില സ്ഥലങ്ങളിൽ അയ്യപ്പൻ സൗമ്യനാണെന്ന് കരുതി നമ്മൾ ഈ നിയമം തെറ്റിച്ച് വീട് വെച്ച് കഴിഞ്ഞാൽ ദുരിതം പുറകെ വന്ന് കയറും. ഒരു സംശയമില്ല കാര്യത്തിൽ. കാരണം അവിടെ ഇരിക്കുന്നത് ഒരു ജീവനുള്ള വസ്തുവാണ്, ഒരു എനർജി സെൻറ്ററാണ്. അതിന് അതിൻ്റെതായ മൂലമന്ത്രങ്ങളും പവറും പുരസ്ചരണം കൊണ്ട് ശക്തിയേറിയ സ്ഥലമാണത്. അതുകൊണ്ട് നമ്മൾ വാസ്തുവിദ്യ പ്രകാരം വീട് വെക്കാനാണെങ്കിൽ ഇത്തരം കാര്യം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എനിക്ക് ഇത്തരം ധാരാളം അനുഭവങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ കാര്യം പറയുന്നത്. പുതിയൊരു വിഷയം വരും ദിവസം കാണാം. നന്ദി, നമസ്കാരം.